ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് 28. അമലുൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനം, യംഫഉ, അത് ഉപകാരം ചെയ്യും, അൽ മയ്യിത്ത, മയ്യത്തിന്. ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനം മരിച്ചവർക്ക് ഉപകാരം ചെയ്യും. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഹദ്ദസനാ യഹ്യ ഇബ്നു അയ്യൂബ വഖുതൈബത്തു യഅനി ഇബ്നു സഈദ് വബ്നു ഹുജരിൻ. 3 പേരാണ് ഉസ്താദുമാർ. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാർ 3 ആളാണ്. 3 ഉസ്താദുമാരുണ്ട് ഈ ഹദീസിൽ. ഹദ്ദസന ഖാലു, അവർ പറഞ്ഞു, ഹദ്ദസന ഇസ്മാഈലു വബ്നു ജഅഫറിൻ അനിൽ അലാഇ അൻ അബീഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹും അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, തോമാൻ ഇവിടെ വന്നിരിക്കേ, നെറ്റ് കിട്ടില്ല പാപ്പാക്ക്, ഇവിടെ ഇരിക്കും, ഉമ്മ കിട്ടരു. ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇൻഖതഅ അൻഹു അമലുഹു, അവനെ തൊട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു അവന്റെ പ്രവർത്തനം അവനെ തൊട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു. ഇല്ലാ മിൻ സലാസത്തിൻ, 3 ഭാഗത്തിലൂടെയല്ലാതെ. ഇനി 3 ഭാഗത്തിലൂടെയുള്ള അവന്റെ പ്രവർത്തനം മാത്രമേ അവന് ഉപകരിക്കൂ. ബാക്കി ഒരു പ്രവർത്തനവും ഒരു അമലും അവന് ഉപകരിക്കുകയില്ല. എല്ലാം മുറിഞ്ഞു. ഉപകരിക്കൂല എന്നല്ല, എല്ലാം മുറിഞ്ഞു പോയി, ഇല്ലാതെയായി. ഇത് മുറിഞ്ഞിട്ടില്ല. ഏതാണത്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ, എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്ക. വഖഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ മദ്രസക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപകാരം കിട്ടാൻ വല്ലതും വഖഫ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ആ പ്രവർത്തനം മുറിഞ്ഞു പോകില്ല. ആ വഖഫ് നിലനിൽക്കുന്ന കാലത്തോളം അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ ഇൽമിൻ യുന്തഫഉ ബിഹി, അല്ലെങ്കിൽ അറിവ്, യുന്തഫഉ ബിഹി, അവന് ഉപകാരം ലഭിക്കുന്ന, ഉപകാരം നൽകുന്ന, ഉപകാരപ്രദമായ അറിവ്, അത് അവന് ഉപകരിക്കും. ഉപകാരപ്രദമായ അറിവ്, നാഫിആയ അറിവ്. മതപരമായി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ അതൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉപകരിച്ചിട്ടുണ്ട്, അതൊക്കെ അവന് ഉപകരിക്കും. ഔ വലദിൻ, അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനം, അവൻ്റെ സന്താനം, സാലിഹിൻ, സ്വാലിഹായ സന്താനം, യദുഉ, ആ സ്വാലിഹായ സന്താനം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു ലഹു, അവനിക്ക്. നല്ല സ്വാലിഹായ മകൻ അല്ലെങ്കിൽ മക്കളുണ്ട്, അതും മുറിഞ്ഞു പോകുന്ന അവൻ്റെ പ്രവർത്തനമല്ല, അവന് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഉപകരിക്കുന്ന 3 വിഷയങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ജാരിയായ സ്വതക്ക. അപ്പോൾ നമുക്ക് വല്ലതും വഖഫ് ചെയ്യാൻ പറ്റും എങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിന് അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തി വഖഫ് ചെയ്യുക. മറ്റൊന്ന്, ധാരാളം ഉപകാരപ്രദമായ അറിവുകൾ സമ്പാദിക്കുക. അത് നമുക്ക് നാളെ ആഖിറത്തിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന മുഴുവൻ മേഖലകളിലും അത് നമുക്ക് ഉപകരിക്കും. മറ്റൊന്ന്, സ്വാലിഹായ സന്താനം, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുക, അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, നല്ല ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവർ ഉന്നതമായ നല്ല
സ്ഥാനത്ത് എത്തി ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ അവർ വേണ്ട രൂപത്തിൽ പരിഗണിക്കുകയും ഉമ്മയും ബാപ്പയ്ക്കും വേണ്ടി അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. റവാഹു മുസ്ലിമുൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ റഷീദ? സുഹൈൽ സാറേ ക്ലിയർ അല്ലേ? ഹദീസ് 29. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയ്യുൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്, അബദൻ എന്നെന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഹദ്ദസനാ മുഹമ്മദ് ഇബ്നു ഔഫിൻ ഹദ്ദസന അൽ-മുഖരിഉ ഹദ്ദസനാ ഹയാത്തു അൻ അബി സഖറിൻ ഹുമൈദി ബിൻ സിയാദിൻ അൻ യസീദ ബിൻ അബ്ദില്ലാഹി ബിൻ ഖുസൈത്തിൻ അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹും അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. മാ മിൻ അഹദിൻ നിങ്ങളിൽ നിന്നും ഒരാളും ഇല്ല, യുസല്ലിമു അലയ്യ എൻ്റെ മേൽ സലാം പറയുന്ന ഒരാളും തന്നെ ഇല്ല, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ അള്ളാഹു എനിക്ക് മടക്കി തന്നിട്ടല്ലാതെ, അള്ളാഹു എനിക്ക് മടക്കി തന്നിട്ടല്ലാതെ, റൂഹി എൻ്റെ റൂഹിനെ എനിക്ക് മടക്കി തന്നിട്ടല്ലാതെ സലാം പറയുന്നില്ല. എന്തിനു വേണ്ടി? ഹത്താ റുദ്ദ അലൈഹിസ്സലാം, ആ സലാം പറഞ്ഞ ആൾക്ക് ഞാൻ സലാം മടക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ സലാം പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എത്തിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സലാം മടക്കുകയാണ്. അപ്പോൾ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിരന്തരം സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിസ്കാരത്തിലും അല്ലാതെയും അവിടുത്തെ റൗദ സിയാറത്ത് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ. അപ്പോൾ നിരന്തരം സലാം വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരന്തരം റൂഹ് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുകയാണ്. ഹദീസുകളിൽ കാണാം, അൽ അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുർസഖൂൻ, അമ്പിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് കാണാം. സ്ക്രീന് ഷെയർ അല്ലായിരുന്നോ? ഞാൻ സ്ക്രീൻ ഷെയർ ആണെന്ന് വിചാരിച്ചു. മറ്റൊന്നും കൂടി പറയണോ? ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇൻഖതഅ അൻഹു അവനെ തൊട്ട് മുറിഞ്ഞു പോകും, അമലുഹു അവൻ്റെ പ്രവർത്തനം, ഇല്ലാ മിൻ സലാസത്തിൻ 3 ഭാഗത്തിലൂടെ അല്ലാതെ, 3 ഭാഗത്തിലൂടെയുള്ള പ്രവർത്തനം മുറിയുകയില്ല, നിരന്തരം അവനെത്തിക്കൊണ്ടിരിക്കും. 1 ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ, എന്നെന്നും നിലനിൽക്കുന്ന ജാരിയായ സദഖ, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവ്, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി, സന്താനം. ഇപ്പൊ പറഞ്ഞത് മാമിൻ അഹദിൻ നിങ്ങളിൽ നിന്നും ഒരാളുമില്ല, യുസല്ലിമു അലയ്യ എൻ്റെ മേൽ സലാം പറയുന്ന ഒരാളുമില്ല, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ അള്ളാഹു എനിക്ക് മടക്കി തന്നിട്ടല്ലാതെ റൂഹി എൻ്റെ ആത്മാവിനെ, ഹത്താ അറുദ്ദ അലൈഹിസ്സലാം ഞാൻ ആ സലാം പറഞ്ഞ ആൾക്ക് സലാം മടക്കി കൊടുക്കാൻ. അപ്പോൾ ആര് സലാം പറഞ്ഞാലും എപ്പോൾ സലാം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കും. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ സലാം പറയാം, ഇടക്കിടക്ക് സലാം പറയാം. സ്വലാത്ത് ധാരാളം ചൊല്ലുക, നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും
നമ്മുടെ വിഷയങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് അറിയും, എത്തും. ധാരാളം വർദ്ധിപ്പിക്കുക. ഓക്കെ അല്ലേ? ഹദീസ് 30. അസുന്നത്തു വൽ ബിദ്അത്തു. സുന്നത്തും ബിദ്അത്തും, പ്രവാചക ചര്യയും പുത്തൻ ആശയവും. ഹദ്ദസന അഹ്മദ് ബിൻ ഹംബലിൻ ഹദ്ദസന അൽ വലീദ് ബിൻ മുസ്ലിമിൻ ഹദ്ദസന സൗർ ബിൻ യസീദ قال حدثني خالد بن معدان قال حدثني عبد الرحمن بن عمرو السلمي حجر بن حجر قال أتينا العرباض بن سارية وهو ممن نزل فيه ولا على الذين إذا ما أتوا لتحملهم قلت لا أجد ما أحملكم عليه فسلمنا وقلنا أتيناك زائرين وعائدين ومقتبسين فقال العرباض صلى بنا رسول الله صلى الله عليه وسلم ذات يوم ثم أقبل علينا فوعظنا موعظة بليغة ذرفت منها العيون وجلت منها القلوب فقال قائل يا رسول الله كأن هذه موعظة مودع فماذا تعهد إلينا. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അബൂദാവൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദാവൂദിന്റെ ഉസ്താദ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ പറയാണ്, ഞങ്ങൾ ഇർബാദ് ബിൻ സാരിയ എന്ന സ്വഹാബിയുടെ അടുത്തേക്ക് ചെന്നു. വഹു മിമ്മൻ നസല ഫീഹി, അദ്ദേഹം ഒരുത്തരിൽപ്പെട്ടവരാണ്. നസല ഫീഹി, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, ആയത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഖുർആൻ ഒരു വിഭാഗം ആളുകളുടെ മേൽ സൂറത്തു തൗബ ഇറങ്ങിയിട്ടുണ്ട്. തൗബയിലെ ഈ ആയത്ത് ഏതാണത്? വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി. യുദ്ധത്തിന് പോവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ വാഹനം അവർക്കുണ്ടായിരുന്നില്ല. വാഹനം ചോദിച്ചു, വാഹനമില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും കുഴപ്പമില്ല, അവർ പ്രയാസപ്പെട്ടുകൊണ്ട് യുദ്ധത്തിന് പോവാതിരുന്നാണ്, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ്. അപ്പോൾ വലിയൊരു മഹത്വമുള്ള സ്വഹാബിയാണെന്നർത്ഥം. അങ്ങനെയുള്ള ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു. ഫസല്ലംന, ഞങ്ങൾ സലാം പറഞ്ഞു. വഖുൽന, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, അത്തൈനാക, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് സായിരീന, അങ്ങയെ സന്ദർശിക്കാനാണ്. വആയിദീന, അങ്ങയെ വിഷമത്തിലാണല്ലോ നിങ്ങളുള്ളത്, നിങ്ങൾക്ക് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. അപ്പോൾ രോഗിയെ സന്ദർശിക്കാനും നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനും നിങ്ങളടുത്ത് അല്പം സമയം ചെലവഴിക്കാനുമാണ് വന്നത്. ആയിദീന എന്ന് പറഞ്ഞാൽ രോഗി സന്ദർശിക്കാൻ വേണ്ടിയാണ്. അപ്പം മുഖ്തബിസീന, നിങ്ങളിൽ നിന്നും അറിവ് സമ്പാദിക്കാനും കൂടിയാണ് വന്നത്. നിങ്ങളിൽ നിന്നും അറിവ് സമ്പാദിക്കാൻ കൂടിയാണ് വന്നത്. ഫഖാലൽ ഇർബാദു, അപ്പോൾ സ്വഹാബിയാണല്ലോ, സ്വഹാബിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് രോഗമുണ്ട് അത് സന്ദർശിക്കാനും വിവരങ്ങൾ അറിയാനും നിങ്ങളിൽ നിന്നും വല്ലതും പഠിച്ച് മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇർബാദ് റളിയല്ലാഹു പറഞ്ഞു, കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വല്ലാ ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൂടെ നിസ്കരിച്ചു. ദാത്ത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൈന, പിന്നീട് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഫവഅലന, ഞങ്ങളോട് വഅദ് പറഞ്ഞു. മൗഇലത്തൻ ബലീഗത്തൻ,
വളരെ സാഹിത്യസമ്പുഷ്ടമായ ഒരു വഅദ് പറഞ്ഞു. ദറഫത്ത് മിൻഹൽ ഉയൂനു, കണ്ണുകളൊക്കെ കണ്ണുനീർ പൊഴിച്ചു. വജ്രത്ത് മിൻഹൽ ഖുലൂബ്, ആ വഅദ് കേട്ടുകൊണ്ട് ഹൃദയങ്ങളൊക്കെ കിടുകിടാ വിറച്ചു. മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, കണ്ണുകളെ നിറഞ്ഞ് ഒഴുകുന്ന ഒരു വലിയ ആശയങ്ങളുള്ള ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് നൽകി. ഫഖാല ഖായിലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്ന ഹാദിഹി, ഈ ഉപദേശമായ പോലെയുണ്ട്, മൗഇലത്തു മുബദ്ദിഇൻ, ഒരു വിടവാങ്ങുന്നവന്റെ ഉപദേശം പോലെയുണ്ട്, ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെയുണ്ട്. അത്ര ഗൗരവത്തിലാണ് അങ്ങ് ഇത് സംസാരിക്കുന്നത്, പറയുന്നത്. ഞങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ പിടക്കുന്നു അങ്ങയുടെ വാക്ക് കേട്ടിട്ട്. ഫമാദാ തഅഹദു ഇലൈനാ, ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഉപദേശം എന്താണ്, ഞങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഫമാദാ തഅഹദു, എന്താണ് ഞങ്ങളോട് ഉടമ്പടി കരാർ വെക്കുന്നത്, ഇലൈന, ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസിക്കും, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു, ബി തഖ്വല്ലാഹി, അള്ളാഹുവിനെ പേടിക്കൽ കൊണ്ട്, അള്ളാഹുവിനക്ക് തഖ്വ ചെയ്യൽ കൊണ്ട് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. അനുസരിക്കൽ കൊണ്ടും, അനുസരണ വേണം. വഴിപ്പെടുകയും വേണം. അനുസരണയും, പറഞ്ഞത് കേൾക്കുകയും പറഞ്ഞതനുസരിക്കുകയും ചെയ്യണം. അതുപോലെ അള്ളാഹുവിനേക്ക് തഖ്വ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വൈൻ അബ്ദൻ ഹബശിയൻ, അതൊരു എത്യോപ്യക്കാരനായ അടിമയാണെങ്കിലും ശരി, നിങ്ങളുടെ അമീർ, നിങ്ങളുടെ നേതാവ് ഒരു അടിമയാണെങ്കിലും, എത്യോപ്യക്കാരനായ ഒരു അടിമയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിക്കണം, കേൾക്കണം, അള്ളാഹുവിനേക്ക് തഖ്വ ചെയ്യുകയും വേണം. ഫഇന്നഹു, തീർച്ചയായും കാര്യം, മൻ, ഒരാൾ, യഇശ് മിൻകും, നിങ്ങളിൽ നിന്നും ജീവിക്കുന്നു, ബഅദി, എനിക്ക് ശേഷം, എൻ്റെ കാലശേഷം നിങ്ങളിൽ നിന്നും ജീവിക്കുന്ന ഒരാൾ, ഫസയറ, അവന് കാണാം, ഇഖ്തിലാഫൻ കസീറ, ധാരാളം എതിര് അഭിപ്രായങ്ങൾ, ധാരാളം വൈവിധ്യങ്ങൾ കാണാം, ധാരാളം തർക്കങ്ങൾ കാണാം. അതുകൊണ്ട് ഫഅലൈക്കും, നിങ്ങൾ നിർബന്ധമായും പിടിക്കണം, ബി സുന്നത്തി, എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യയെ നിങ്ങൾ പിടിക്കണം. സുന്നത്തിൽ ഖുലഫാ ഇർ-റാഷിദീൻ, ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ ചര്യയും പിടിക്കണം. അൽ മഹ്ദിയീൻ, അൽ ഖുലഫാഇ അൽ മഹ്ദിയീൻ, സന്മാർഗം ലഭിച്ചവരായ, അർ-റാഷിദീൻ, സച്ചരിതരായ എൻ്റെ ഖലീഫമാരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുക്കി പിടിക്കണം. അള്ളു അലൈഹ, കടിച്ചു പിടിക്കണം. ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം. മുഹ്ദസാത്തിൽ ഉമൂർ, പുത്തൻ ആശയങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ, എല്ലാ പുത്തൻ കാര്യങ്ങളും ബിദ്അത്തുൻ, ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ, എല്ലാ പുത്തനാശയവും ദീനിൽ തെളിവില്ലാത്ത, ദീനിന്റെ മാതൃകയില്ലാത്ത, മോഡലില്ലാത്ത കാര്യങ്ങളും ലലാലത്തുന്നത് പഴച്ചതുമാണ്. അപ്പൊ പുത്തൻ അഭിപ്രായങ്ങൾ, പുത്തനാശയവും മുൻപ് സഹാബത്തോ അതുപോലെ മുൻഗാമികളോ ചെയ്തിട്ടില്ലാത്ത പുതിയ ആശയങ്ങളും ആദർശങ്ങളുമായി വരുന്ന ആളുകളെ നിങ്ങൾ കരുതിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ബഷീർക്ക
ഈ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ ഋഷിക? ക്ലിയർ അല്ലേ? ഹദീസ് 31 ഇഖാലത്തുൽ ഹുറത്തി, മുഖം നീട്ടിക്കഴുകുക. ആ ഓക്കെ. നമ്മൾ വുളൂഇന്റെ കുറച്ച് സുന്നത്തുകൾ പറഞ്ഞിരുന്നു, ഒരു 10-38 സുന്നത്തുകൾ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മുഖവും കൈകാലുകളും ഒക്കെ കയറ്റി കഴുകണം, പരമാവധി കയറ്റി കഴുകണം എന്നുള്ളത്. അതുമായി അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. حدثنا يحيى بن بكير قال حدثنا الليث عن خالد عن سعيد بن أبي هلال عن نعيم المجمري قال رضي الله عنهم അദ്ദേഹം പറയാണ് റഖീതു മഅ അബി ഹുറൈറത, റഖീതു ഞാൻ കയറി, മഅ അബി ഹുറൈറത, അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ഒപ്പം കയറി, അലാ ലഹ്റിൽ മസ്ജിദി, പള്ളിയുടെ മുകൾ ഭാഗത്ത് കയറി. പള്ളിയുടെ മുകൾ ഭാഗത്ത് കയറി. അവിടെ മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഉദു എടുക്കേണ്ട സ്ഥലം ഉദ്ദേശം. നമ്മളെ ഇത് വെക്കണ്ട, എന്താ പറയുക, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നുള്ള രൂപത്തിലല്ല, പള്ളിയുടെ ഒരു പുറത്ത് ഉദുവൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം. ഫത്തവല്ല, അങ്ങനെ ഞങ്ങൾ ഉദു എടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദു എടുത്തു. പള്ളിയുടെ പുറത്ത് ഞങ്ങൾ ചെന്ന് ഉദുവൊക്കെ എടുത്ത്, ഫഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമിഅതു, തീർച്ചയായും ഞാൻ കേട്ടിരിക്കുന്നു, അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഇന്ന ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, യുദ്ഔന, അവർ ആദരവോടുകൂടെ വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിൽ ആദരവോടുകൂടെ വിളിക്കപ്പെടും, ഖുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂഇ, വുളൂ ചെയ്ത സ്ഥലങ്ങളിൽ കൈകാലുകൾ പ്രകാശിക്കുന്നവരെ, മുഖം പ്രകാശിക്കുന്നവരെ, വുളൂ ചെയ്ത അടയാളം കാരണങ്ങളാൽ, ഖുർറൻ എന്ന് പറഞ്ഞാൽ മുഖം പ്രകാശിക്കുന്നവരെ, മുഹജ്ജലീൻ കൈകാലുകൾ പ്രകാശിക്കുന്നവരെ എന്ന് വിളിക്കപ്പെടും. വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ അവരെ വിളിക്കും. മിൻ ആസാരിൽ വുളൂഇ, വുളൂ ചെയ്ത അടയാളങ്ങൾ കാരണത്താൽ അവരെ വിളിക്കും. അതുകൊണ്ട് ഫമനിസ്തതാഅ മിൻകും, നിങ്ങളിൽ നിന്നും ആർക്കെങ്കിലും സാധ്യമാവുമെങ്കിൽ, അയുതീല ഉറത്തഹു, അവൻ്റെ മുഖം നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ, ഫൽയഫ്അൽ, അവനത് ചെയ്യട്ടെ. അതുകൊണ്ട് ആർക്കെങ്കിലും മുഖം നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ അവനത് പ്രവർത്തിച്ചു കൊള്ളട്ടെ. ക്ലിയർ ആണോ?